Hi friends, welcome to English Mithra. Welcome to FAQ session. നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഡൗട്ട്സ് അതിൽ വാലിഡ് ആണെന്ന് തോന്നിയിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്ത കോമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടിരിക്കുന്ന ഡൗട്ട്. അപ്പോൾ അതാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങിയാലോ? യെസ്. അപ്പം മുന്നത്തെ കുറേ പഴയ വീഡിയോസിലെ കോമൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല. അതേ ഡൗട്ട് ഇപ്പോഴും ഉള്ളവർ കോമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. So this is a passage ഒരാള് ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ഇതാണ്. There had been calls to extend the deadline that ended on Sunday to give students more time to check their results and make corrections to their applications. Okay. അപ്പോൾ ഈ സെന്റൻസിൽ there had been calls to extend എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സംശയം എന്ന് പറയുന്നത് there had been കഴിഞ്ഞ് calls to extend എന്ന് വന്നതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ കോൾസ് എന്ന് പറയുന്നത് കോൾ എന്ന വേർബ് അല്ല, നൗൺ ആണ്. വിളി, ഫോൺ വിളി, അതാണ് കോൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ വിളിക്കുക എന്നുള്ളതല്ല. കോൾസ് എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല ഫോൺ വിളികൾ വന്നു എന്നാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ദേ ഹാഡ് ബീൻ കോൾസ് ടു എക്സ്റ്റെൻഡ് ദ ഡെഡ് ലൈൻ എന്ന് വെച്ചാൽ ഈ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ വിളികൾ എന്നല്ല, വിളികൾ വന്നു. ഇറ്റ്സ് ലൈക്ക് എൻ യൂസേജ്. ലൈക്ക് ഇങ്ങനെ നമ്മൾ പറയില്ലേ കോൾ ഫോർ എൻ ഇന്റർവ്യൂ അങ്ങനെ എന്താ അങ്ങനെ കുറച്ച് വിളികൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സജഷൻസ് സജഷൻസ് അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇനീഷ്യേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പം ഇവിടെ ഹാഡ് ബീൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാസ്റ്റിൽ ഒരു ടൈം തൊട്ട് ഇത്ര ടൈം വരെ ആ ഒരു ഇനീഷ്യേഷൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ അതില്ല, ഇപ്പൊ കോൾസ് ഒന്നും ഇല്ല. സൺഡേ എൻഡ് ചെയ്തു. കുട്ടികൾക്ക് അവരുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനും അതനുസരിച്ച് റീവാലുവേഷനോ അല്ലെങ്കിൽ പിന്നെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, റീ എക്സാം ഒന്നുകൂടെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് അവർ വിളിച്ചുകൊണ്ടേയിരുന്നു, ആപ്ലിക്കേഷന് വേണ്ടി വിളിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അത് തീർന്നു. അത് ഒരു പോയിന്റ് ഓഫ് ടൈം തൊട്ട് ഒരു പോയിന്റ് ഓഫ് ടൈം വരെ കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു. അതിപ്പോൾ ഇല്ല എന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ദെയർ ഹാഡ് ബീൻ കോൾസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹാഡ് ബീൻ കോൾസ് എന്ന് വന്നിരിക്കുന്നത്? കാരണം നമ്മൾ ഓൾറെഡി പറയുന്നത് ഹാഡ് ബീൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വേർബ് അല്ലേ. കാരണം പക്ഷേ ഇവിടെ വേർബ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇത് നൗൺ ആണ്. ഓക്കെ, ഇതൊരു നൗൺ ആണ്. ഹാഡ് ബീൻ തന്നെയാണ് ഇവിടുത്തെ വേർബ്. ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹൗ ഫാർ ഹാവ് യു സ്റ്റഡീഡ്? ഇസ് ദിസ് ദ റൈറ്റ് വേ ടു ആസ്ക്? It's actually a pakka Malayalam like English translation to the Malayalam. It's like an Indianism. അതെ, ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നമുക്ക് ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. We can say what is your educational qualification which goes to ഏത് എക്സ്റ്റെൻഡ് വരെ പഠിച്ചു എന്നുള്ളത്. സ്കൂൾ വരെ അങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ how far have you studied is an okay usage. I think it's okay for you to use it, but the accepted usage അല്ല. It hasn't ബീൻ അക്സെപ്റ്റഡ്. കാരണം ഞാൻ ഇത് കണ്ടപ്പോഴേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കണ്ടിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് എൻ അക്സെപ്റ്റഡ് യൂസേജ് ബട്ട് ഇറ്റ്സ് എൻ ഇന്ത്യനിസം ഓഫ് ഇംഗ്ലീഷ്. സോ ഐ വുഡൻ സജസ്റ്റ് ദാറ്റ് നിങ്ങളത് യൂസ് ചെയ്യണമെന്ന് ഞങ്ങളിവിടെ പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യനിസം ആണെന്ന് അറിഞ്ഞുകൊണ്ട്. ബട്ട് കാണുമ്പോൾ ഓക്കെ ആണെന്നാ തോന്നുന്നത്. ലൈക്ക് ഹൗ മെനി it's okay, like if you want to use you can use, but then you have better options. You can say what is the what's your educational qualification. Okay. ഞാൻ ചോദിക്കാം അല്ലേ, യഥാർത്ഥത്തിൽ ഈ കാര്യം നേരത്തെ സാറിനോട് പറയാൻ ഇരിക്കുകയായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഐ വാസ് പ്ലാനിങ് ടു ടെൽ ദിസ് ടു സർ എന്ന് പറയാൻ പറ്റില്ല. യു ക്യാൻ സേ ഇഫ് യു ആർ അഡ്രസ്സിങ് ദ സർ യു ക്യാൻ സേ സർ actually I was planning to inform this beforehand. I was planning to inform this to you before എന്ന് പറയാം. അല്ലെങ്കിൽ യു ക്യാൻ സേ ഇത് സാറിനെ അഡ്രസ് ചെയ്തല്ല പറയുന്നതെങ്കിൽ I was planning to inform this to him beforehand അല്ലെങ്കിൽ inform this to the boss beforehand എന്നേ പറയാൻ പറ്റുള്ളൂ. You never say sir in English. എന്നുവെച്ചാൽ ഇടയ്ക്ക് അത് വന്ന് ഒന്നാമത് സർ എന്നുള്ള വിളി പുറത്ത് ഭയങ്കര കുറവാണ്. Even you call your boss by the name. For example, if you are very close to the boss and if you have a very nice relationship with him and if he has given you the permission, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പേര് വഴി വിളിക്കാം. Like for example, ഇപ്പം അമൽ നമ്മുടെ ബോസ് ആണ്. We don't call him sir. We call him Amal. But then again ഇപ്പം അങ്ങനെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മിസ്റ്റർ അമൽ വിൽ ഡു. യു വോണ്ട് കോൾ ഹിം സർ.
യു ക്യാൻ ഈവൻ പോലീസ് ഓഫീസറിനെ പോലെ നമ്മൾ സാറിന് വിളിക്കില്ല. ഐ ഹാവൻ ഹേർഡ്. ഞാൻ ഒത്തിരി ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ കാണുന്ന ആളാണ്, പക്ഷെ ഞാൻ ഹാവൻ ഹേർഡ് ദാറ്റ്. നോട്ട് ഇൻ ആ കൺട്രി. ഓക്കെ, നാളെ നിങ്ങൾ പോയി പോലീസുകാരനെ സാറിന് വിളിക്കാത്തതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇറ്റ്സ് നോട്ട് അവർ മിസ്റ്റേക്ക്. പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോറി. യാ, ഞാൻ ഇനി അടുത്ത് ഞാൻ ഈ മാസം ശമ്പളം കൂട്ടി തരുമോ? ഹൗ ഡു വി സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? യു കുഡ് ലൈക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഷാൽ വി പെയ്ഡ് മോർ ദിസ് മന്ത് ഇങ്ങനെ പറയാമോ? shall we be paid more this month? വേണ്ട. Like I'll tell you a better option. You can ask, can we expect a salary increment this month? Can we have a hike? So that's more official. Yeah, can we expect a hike or a raise? Okay. Those are like various ways to ask it. ഇങ്ങനെ ചോദിക്കണ്ട. Be paid more. What is this paid more? Like അത് അങ്ങനെ ചോദിക്കരുത്. നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പേയ്മെന്റ്. പെയ്ഡ് മോർ എന്ന് പറയുമ്പോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പേ ചെയ്യുന്ന ഒരു മീനിങ് ഒക്കെ വരും. പക്ഷെ സാലറി ഹൈക്ക് ഇസ് സംതിങ് ദാറ്റ് യു ആക്ച്വലി ഡിസേർവ്, റൈറ്റ്? ലുക്ക്, നമ്മൾ പെയ്ഡ് മോർ എന്ന് ചോദിക്കുമ്പോൾ അക്സർ പറഞ്ഞാൽ ശരിയാ, അങ്ങനത്തെ ഒരു ഇത് വരും. കൂടുതൽ പേയ്മെന്റ് തരാമോ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ സംഹൗ ഇറ്റ് ഈസ് ഫൈൻ, പക്ഷെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അതിന് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ 100 രൂപയാണ് കൊടുക്കുന്നത് എപ്പോഴും. അയാൾ 2 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പൊ അയാൾക്ക് 200 രൂപ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോവും. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഡിസേർവ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലല്ലല്ലോ ചോദിക്കുന്നത്. നമ്മൾ ഡിസേർവ് ചെയ്യുന്ന സംഭവമാണ്, ആ ഒരു ഇത് തരുമോ എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഗെറ്റ്സ് ബോറിംഗ് എന്നുള്ളത് റൈറ്റ് യൂസേജ് ആണോ? ബിക്കോസ് ബോറിംഗ് ഇസ് ഇൻ കണ്ടിന്യൂസ് ഫോം. ഇറ്റ് ഈസ് എ റൈറ്റ് യൂസേജ് ബിക്കോസ് ബോറിംഗ് ഇസ് നോട്ട് എ വെർബ്. കണ്ടിന്യൂസ് ഫോം ഉള്ളത് ഹിയർ ബോറിംഗ് ഇസ് ജെറണ്ട് ആണെങ്കിൽ വെർബ് അല്ലല്ലോ, നൗണിന്റെ ഐ മീൻ ഫോം ആണ്. പക്ഷെ ഇവിടെ വെർബ് ആയിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ തോന്നുമെങ്കിലും. ബോറിംഗ് ഇസ് നോട്ട് എ വെർബ്, ഇറ്റ്സ് എൻ ആഡ്ജക്റ്റീവ്. ആഡ്ജക്റ്റീവ് ആണ് ബോറിംഗ് എന്ന് പറയുന്നത്. ing ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പം ബോറിംഗ് ഒരു അഡ്ജക്റ്റീവിന് കണ്ടിന്യൂസ് ഫോം ഇല്ല, വേർബിന് മാത്രമേ കണ്ടിന്യൂസ് ഫോം ഉള്ളൂ. ഈവൻ ഇപ്പം ഒരു വേർബിൽ ing വരുവാണെങ്കിലും, മീൻസ് വേർബ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ing വരികയാണെങ്കിലും മിക്കപ്പോഴും അത് ഗെറണ്ട് ആയിരിക്കും, അതായത് നൗൺ പ്ലസ് ing ഫോം ആയിരിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഗെറ്റ്സ് ബോറിംഗ് എന്ന് പറയുന്നത് ബോറിംഗ് വേർബ് അല്ല. സോ ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, ing മുന്നേ ഉള്ള വേർഡ് വേർബ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്. ഇവിടെ ബോർ എന്നുള്ള വേർഡ് വേർബ് അല്ലല്ലോ, നമുക്ക് അഡ്ജക്റ്റീവ് ആണല്ലോ. അതെ, അപ്പം ഇറ്റ് ഗെറ്റ്സ് ബോർഡ് എന്നൊക്കെ പറയുമ്പോഴും അഗൈൻ അഡ്ജക്റ്റീവ് ആണ് വീണ്ടും. അതെ, അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ് ഗെറ്റ്സ് ബോറിംഗ് കറക്റ്റ് ആയിരിക്കുന്നത്. ഇറ്റ് ഗെറ്റ്സ് വേറൊരു അഡ്ജക്റ്റീവ് എന്താ ഇടാൻ പറ്റുന്നത്? ഇറ്റ് ഗെറ്റ്സ് വിസിബിൾ ആസ് വി അപ്രോച്ച് സംതിങ്. ഇറ്റ് ഗെറ്റ്സ് വിസിബിൾ പറയുന്നത് പിന്നെ കാണാൻ പറ്റുന്നു എന്ന അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നതാണ് ബോറിംഗ് ട്ടോ. ഇറ്റ് ഗെറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അതുപോലെ. സോ നെക്സ്റ്റ് ഞാൻ ചോദിക്കല്ലേ, കുഡ് യു എക്സ്പ്ലെയിൻ അബൌട്ട് ക്യാൻ ഹാവ് ബീൻ ആൻഡ് കുഡ് ഹാവ് ബീൻ? Can have been is not a usage because can is not a modal verb. I mean no, it's not. It's not an usage. Can have been നമ്മൾ പറയില്ല. എന്തുകൊണ്ടാ തെറ്റായിരിക്കുന്നത് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. യൂസേജ് ഇല്ല. It's not an usage. Can have been നമുക്ക് can is already in present form. Present have is also there. Yeah, and been is in V3 form. Doesn't make any sense. Could have been എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫോമിലേ നമുക്കില്ല. Could have been would work. Could have been ആകാൻ എന്നുള്ള അർത്ഥത്തിൽ. കാരണം മീനിങ് വരുന്നില്ല. Can have been എന്ത് അർത്ഥമുള്ള ഒരു അർത്ഥമില്ല അല്ലേ? ഒരർത്ഥമില്ല. Could have been മീനിങ് ഉണ്ട്. ഇപ്പൊ മോഡൽ വെർബിലായാലും സെയിം ടെൻസിലല്ലടാ ക്യാനും ഹാവും വരുന്നത്. സോ ഇറ്റ് ഡസന്റ് മേക്ക് കുഡ് ഹാവ് ബീൻ മേക്ക് സെൻസ്. ആകായിരുന്നു എന്നുള്ള അർത്ഥം. അതെ, യു കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഡോക്ടർ ആകായിരുന്നു. ഇറ്റ് കുഡ് ഹാവ് ബീൻ മീൻ അത് എനിക്ക് ആകായിരുന്നു എന്നുള്ള രീതിയിൽ യു ക്യാൻ യൂസ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഡിസ്റ്റർബിംഗ് ബൈ ദ വേ. ഇങ്ങനെ വായിക്കുന്നില്ല കേട്ടോ. ക്ലാസ്സിൽ കിടന്ന് ശബ്ദം ഉണ്ടാക്കല്ലേ, മറ്റ് ക്ലാസ്സിലുള്ളവർക്കും ടീച്ചേഴ്സിനും അത് ബുദ്ധിമുട്ടാകും. ഓക്കെ, വിൽ ബ്രേക്ക് ഇറ്റ്, അത്രയും പറയാതെ. ബുദ്ധിമുട്ടാകും. ഇത് ഭയങ്കര ഇത് എഴുതിയത് ആൾക്ക് അറിയാം എന്താ എഴുതിയെന്നുള്ളത്. സോ ബട്ട് നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് കുട്ടികൾക്ക് ഇതായിരിക്കും ഇവർ പഠിക്കുന്നത്. ദേ വിൽ തിങ്ക് ദാറ്റ് ദിസ് ഇസ് നോർമൽ. അവർ വിചാരിക്കും ഇത് നോർമൽ ആയിട്ടുള്ള കാര്യം. ഇത് നോർമൽ അല്ല എന്ന് വീട്ടിലൊന്നും ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കാത്തവർ
ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചിലക്കല്ലേ എന്നാ. ചിലപ്പം ചിലർക്ക് അത് നോർമലായിരിക്കും, പക്ഷെ അത് നോർമൽ യൂസേജ് അല്ല, അത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു യൂസേജാണ്. ചില വീടുകളിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ സംസാരിക്കുന്നത്. അപ്പം അവർക്കിത് ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്യും, ഇത് മോശമാണ് എന്നൊരു തോന്നൽ അവർക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. അതിനെക്കാട്ടും ഹൊറിബിൾ ആയിട്ടുള്ള കാര്യം എന്താ പറയുക, കുട്ടികൾക്ക് ഇത് നോർമലായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. ഇത് ഓക്കെയാണ്, ഇറ്റ്സ് നോട്ട് ഓക്കെ. നിങ്ങൾക്ക് കുട്ടികളോട് പറയാൻ പറ്റില്ല കാരണം ചിലക്കില്ല എന്നൊന്നും. യു ക്യാൻ സേ ഇറ്റ് ഇൻ യുവർ ഹോം, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ബട്ട് ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും ചോദിച്ചാൽ ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ദാറ്റ്സ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആണ്, അഡൾട്ട്സ് ആണ്, ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിലാണ്. പക്ഷെ ഇത് കുട്ടികളാണ്. യു കെ നോട്ട് യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് വിത്ത് ചിൽഡ്രൻ ബിക്കോസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ക്ലാസ്സിൽ കിടന്ന് ചിലക്കല്ലേ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹൊറിബിൾ. Don't use that. So how do you think you can translate Please this? don't make noise or please don't make disturbance inside the classroom. എന്ന് പറയാം. Please do not make noise or please do not make disturbance inside the classroom. It will make an inconvenience. It's inconvenient for the teachers. ക്ലാസ്സിലുള്ളവർക്കും ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാകും. It will be an inconvenience for the students as well as teachers in the classroom. മാത്രമല്ല ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കേൾക്കാൻ ടീച്ചേഴ്സ് എത്ര അലറി വിളിക്കണം. എന്താണ് മാം ആണോ സാർ ആണോന്ന് എനിക്കറിയില്ല, ശബ്ദം ഉണ്ടാക്കണം എന്ന് പറയാം. എന്താ moreover for the student sitting in the last bench, teacher has to be loud. For moreover a teacher has to make an extra effort എന്ന് പറയാം. has to be very loud എന്ന് പറയാം. Okay, that's an inconvenience എന്ന് എടുത്ത് പറയാം. For this, if you make noise, the teacher has to be very loud and the teacher has to shout. അതൊക്കെ യൂസ് ചെയ്യാം. has to shout is also okay. has to shout for the last bench, for the students in the last bench to hear properly. ഇങ്ങനെയൊക്കെ പറയാം. ഇതൊരു ലെജിറ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് ആക്ച്വലി. പ്രസന്റ് ചെയ്ത് പറഞ്ഞ രീതിയിലാണ് പ്രോബ്ലം. അതുകൊണ്ട് ദയവായി നിശബ്ദരായിരിക്കുക. ഈ ഭാഷ മേളിൽ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. സോ പ്ലീസ് കീപ് ക്വയറ്റ്, അല്ലെങ്കിൽ പ്ലീസ് കീപ് ക്വയറ്റ്. ഇത് നിങ്ങൾക്ക് നോർമൽ ആയിരിക്കാം, ബട്ട് ഇറ്റ്സ് നോട്ട് നോർമൽ. നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഇത് നോർമൽ. ഇപ്പോൾ പലരും വിചാരിക്കുന്ന നാടൻ ഭാഷയാണ്, ഇത് നാടൻ ഭാഷയാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മലയാളത്തിന് ഇതായിട്ട് പറയല്ല, മലയാളത്തിൽ നല്ല രീതിയിൽ ഇത് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കരുത്, ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഇത് പ്രശ്നമാകും. അത് മാത്രമല്ല, പുറകിലിരിക്കുന്ന കുട്ടികൾക്ക് കേൾക്കാനായിട്ട് ഒത്തിരി ശബ്ദത്തിൽ എനിക്ക് പറയേണ്ടി വരും, അതൊരു ബുദ്ധിമുട്ടാണ്, ദയവായി മിണ്ടാതിരിക്കുക. ഇതാണ് നോർമൽ രീതി, പ്രോപ്പറായിട്ട് നമുക്ക് പറയേണ്ടത്. ഇവിടെ അലറി വിളിക്കുക പോട്ടെ, ചിലക്കല്ലേ, ദാറ്റ് ഈസ് അവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ കുട്ടികളെ നമ്മൾ ഒരു അതെ ഇങ്ങനെ ലൈക്ക് ആനിമൽസിനോടൊക്കെ നമ്മൾ പറയുന്ന പോലെ തോന്നുക അങ്ങനെ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. പേരൻസ് മൈറ്റ് അണ്ടർസ്റ്റാൻഡ്, ടീച്ചേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, പക്ഷെ കെയർഫുളിന് ഒരു എല്ലേ ഉള്ളൂ. അതെ, കെയർഫുൾ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. നിനക്ക് സൂക്ഷിക്കായിരുന്നു എന്നുള്ളത്, കുറച്ചുകൂടി സൂക്ഷിക്കായിരുന്നു എന്നുള്ളത്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? Where were you all this time? Where were you all this time? Where were you all this while? അതെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി ഒരു സംശയം, ഐ ഹാവ് ബീൻ ഇൻ ദുബായ് ആണോ ഐ ഹാവ് ബീൻ ടു ദുബായ് ആണോ ശരി? ഐ ഹാവ് ബീൻ ടു ദുബായ് ആണ് കുറച്ചുകൂടി ശരി. ഐ ഹാവ് ബീൻ ഇൻ ദുബായ് സംഹൗ മീൻസ് ശരിയാണ്, ബട്ട് ഡസൻറ്റ് മേക്ക് സെൻസ്. ഐ ഹാവ് ബീൻ ടു ദുബായുടെ അർത്ഥം Can you guess how many times have we done this? അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു മടുപ്പില്ല അതിന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 3-4 വീഡിയോയിലായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. You can say I've been to Dubai only when you've been there for a while, like you've come back. സന്ദർശിച്ചിട്ട് ഞാൻ രേവതി എന്നോട് പറയാം ഞാൻ ദുബായ് പോയിട്ടുണ്ട്, അത്രേ I've been to Dubai. I've been in Dubai is not. ദുബായിയുടെ ഉള്ളിൽ പോയിട്ടുണ്ട്, അകത്ത് പോയിട്ടുണ്ട്. That doesn't make sense. അതുകൊണ്ടാണ് കേട്ടോ, ഗ്രാമാറ്റിക്കലി ഇറ്റ്സ് okay, but it doesn't make any sense. അതുകൊണ്ടാണ് ബീൻ നമ്മൾ യൂസ് ചെയ്യുന്ന വെൻ യു വിസിറ്റഡ് എ പ്ലേസ്. ഞാൻ ദുബായ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും പറഞ്ഞാൽ പോരെ. അപ്പോൾ അതിന് ബീൻ ഇൻ ദുബായ് എന്ന് പറയുമ്പം ഐ ബീൻ ഇൻ എ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഐ ബീൻ ഇൻ എ പ്ലെയിൻ, ഞാൻ ഒരു പ്ലെയിൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ദാറ്റ് മേക്ക് സെൻസ്. ബട്ട് ഐ ബീൻ ഇൻ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്ക്
ദുബായ് ഒരു കലമായിട്ട് നമ്മൾ അതിന്റെ അകത്ത് കയറിയ പോലെ ഉണ്ടാവും. അതുപോലെ ഉണ്ടാവും. ബട്ട് ഗ്രാമാറ്റിക്കലി ഇറ്റ്സ് കറക്റ്റ്. ദുബായ് ആണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ശരി. നിങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, ഞാൻ ദുബായ് പോയിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, അതാണ് എഴുതിയിട്ടുമില്ല എന്ത് ഉദ്ദേശിച്ച എഴുതിയേക്കുന്നതെന്ന്. ഓക്കെ, മെൻഷൻ ചെയ്യാം കേട്ടോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ യുവർ ഇംഗ്ലീഷ്, അത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. ബട്ട് അടിയിൽ മലയാളത്തിലും കൂടി അത് മെൻഷൻ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അതിന് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിന്നീട് അടുത്ത താഴത്തെ കോമന്റിലോട്ട് പോകും. പിന്നെ നമ്മൾ പുറകിലത്ത് നോക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഒത്തിരി കോമന്റ്സ് വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളത് ഇംഗ്ലീഷിൽ എഴുതിക്കോ, തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് താഴെ അതൊന്ന് മെൻഷൻ ചെയ്യട്ടോ മലയാളത്തിൽ, എന്നാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ മറ്റേ പ്രത്യേകിച്ച് പറയാനുള്ളത്, അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞ് ഈ ഒരു ടീച്ചറിൻ്റെ ഇത്. ആക്ച്വലി സ്റ്റുഡൻസിനോട് മലയാളത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്, ഉറുദു, ഹിന്ദി, ഏത് ഭാഷയാണെങ്കിലും, നമ്മൾ തമിഴാണെങ്കിലും നമ്മൾ അവരോട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. ബിക്കോസ് ഇവരിത് കണ്ടിട്ടല്ലേ അവർ നാളെ എങ്ങനെ സംസാരിക്കുന്നതെന്ന് നമ്മൾ ഇന്ന് എങ്ങനെ പഠിപ്പിക്കുന്നു അനുസരിച്ചിരിക്കും. എൻ്റെ കസിൻ്റെ കുട്ടികളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളൊക്കെ ടീച്ചർ കളിക്കും. എടാ ഒരു വടി എടുത്ത് ചുമ്മാ ഈ പാവേനൊക്കെ ഇങ്ങനെ അടിക്കുക, ലൈക്ക് ചറഞ്ചം പുറഞ്ചം ഇങ്ങനെ അടിക്കുകയാണ്. ഐ ഫീൽ സോ ബാഡ്. ഇങ്ങനെ ഇതാണോ, മീൻസ് ഇതാണോ ഇവർ കാണുന്നത്? ഇതാണ്, അതാണ് അവർ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാണുന്ന സാധനം ദേ ആർ ട്രൈങ് ടു ആക്ട് ഇറ്റ് ഔട്ട് അവരുടെ രീതിയിൽ. ബട്ട് ദാറ്റ് ഈസ് ഹൊറിബിൾ. അപ്പം ഞാൻ എന്നെ വിചാരിച്ചു, ഇങ്ങനെയാണോ പഠിപ്പിക്കുന്ന സ്കൂളിൽ? Maybe that's not what they. We understand the teacher's side as well. We've also been teachers. Now the thing is, I mean, we are teachers. The thing is, നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ഇത്രയും മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ ഇംഗ്ലീഷ് മിത്രത്തിൽ പഠിക്കാൻ വന്നു, നിങ്ങൾ എഴുതുന്നത് ഫുള്ള് തെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ വീണ്ടും വീണ്ടും പറഞ്ഞായിരുന്നു, വീണ്ടും തെറ്റാ. അപ്പം നിങ്ങളോട് പറയാണ്, ഇതെന്ത് വേദ വല്ലതും ഒന്ന് പഠിച്ചുകൂടെ, ഇതെന്തിനാ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്നത്, നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? അതുപോലെ ഫീസ് കൊടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളല്ലേ, അതേപോലെ തന്നെ. അപ്പം നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. അക്സയ്ക്ക് അറിയോ, ഒരു ടീച്ചർ ഒരു എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ട് ഓക്കെ ഫൈൻ എന്ന് മെസ്സേജ് അയച്ചിരുന്ന് കംപ്ലയിൻറ്റ് വന്നു. ഓക്കെ ഫൈൻ എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതിയോ, ഇങ്ങനെയാണോ മെസ്സേജ് അയക്കേണ്ടത്, ഇതാണോ ഒരാളിനോട് സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. സോ നിങ്ങളത് ആലോചിക്കുക, നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കാണെങ്കിൽ ഒരാൾ റീഫണ്ടിന് വേണ്ടിയിട്ട്, റീഫണ്ട് അല്ലല്ലോ എന്തിനായിരുന്നു, ട്രെയിനിൽ മാറ്റി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് വന്നായിരുന്നു. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വന്നത്. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് ആ ധൃതിയിൽ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോയപ്പോൾ പിന്നെ എനിക്കൊരു ഫീല്, ഈശ്വരൻ ഞാൻ പ്രോപ്പറായിട്ടല്ലേ സംസാരിച്ചത്. പിന്നെ ഞാൻ പുറകെ പോയി ട്രെയിനറെ മാറ്റി തന്നോ, ഹെൽപ്പ് ഡെസ്കിലെ നമ്പർ കിട്ടിയെന്ന് ഞാൻ പിന്നെ എൻക്വയറി ചെയ്തു, ബിക്കോസ് ഐ ഫെൽറ്റ് ബാഡ്. അപ്പോൾ അതാണ് സംഭവം. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഇഫ് യു ആർ ടീച്ചേഴ്സ്, എത്ര പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ അതേസമയം ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ സ്റ്റുഡന്റ് ആൻഡ് ഇറ്റ്സ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. ബിക്കോസ് നമുക്ക് ഭയങ്കര റോളുണ്ട് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. സ്കൂൾ ഈസ് ദയർ സെക്കൻഡ് ഹോം. അവർക്ക് വീട്ടിൽ ഇനി എന്തെങ്കിലും അവർ പഠിച്ചിട്ടില്ലാത്ത ഉണ്ടെങ്കിൽ കൂടെ യു ക്യാൻ ലൈക്ക് യു നോ മേക്ക് ഇറ്റ് അപ്പ് ഇൻ സ്കൂൾ. സോ when you are being a teacher, be a good teacher. Consider that also. Okay, അപ്പോൾ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, കോഴ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ചർച്ചകൊണ്ടിരിക്കില്ല എന്ന് പറയാനാണെങ്കിൽ കാര്യമില്ല, FAQ സെഷനാണ്, ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.